ADGP MR അജിത് കുമാർ RSS നേതാവ് രാം മാധവിനെ കണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. കോവളത്തെ ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ADGP MR അജിത് കുമാർ ഹൊസബല്ലയെ കണ്ടു എന്നുള്ള ആരോപണം അത് വലിയ തരത്തിൽ പ്രതിപക്ഷം ആയുധമാക്കുന്നതിനിടെയാണ് ഈ മുതിർന്ന RSS നേതാവ് റാം മാധവനെയും കണ്ടു എന്നുള്ള വിവരം പുറത്തുവരുന്നത്. തിരുവനന്തപുരത്തായിരുന്നു ആ കൂടിക്കാഴ്ച എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. MR അജിത് കുമാർ റാം മാധവനെ കണ്ടുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് വിവരം. കോവളത്തെ ഒരു ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. 2 സന്ദർശന വേളകളിലായിരുന്നു കൂടിക്കാഴ്ചയെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ 2 കൂടിക്കാഴ്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ DGPയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം അത് പരിശോധിക്കും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇതടക്കം നിലവിൽ ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച പരാതികളിലെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് രാഷ്ട്രീയമായി CPM-നും സർക്കാരിനും വലിയ തലവേദന ഉണ്ടായിക്കൊണ്ട് ഈ കൂടിക്കാഴ്ച വിവരങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെ, അതായത് ഇന്ന് രാവിലെ പുറത്തു വന്ന വിവരം അനുസരിച്ച് ഈ കൂടിക്കാഴ്ചകൾ, അതായത് ദത്താത്രേയ ഹൊസബല്ലയെ അജിത് കുമാർ കണ്ടു എന്ന് ആഭ്യന്തര വകുപ്പിന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. സ്വകാര്യ കൂടിക്കാഴ്ച എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ പ്രതിപക്ഷം ആയുധമാക്കുന്നതിനിടെയാണ് പുതിയൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെ സർക്കാർ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഷഫീദ്, ഏത് സമയത്തായിരുന്നു ഈ കൂടിക്കാഴ്ച? അത്തരത്തിൽ വിവരമുണ്ടോ ഷഫീദ്? ഉന്മേഷ്, നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ റാം മാധവ് കേരളത്തിലേക്ക് എത്തിയ സമയത്തായിരുന്നു കൂടിക്കാഴ്ച എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ സമയം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതക്കുറവുകളുണ്ട്. അല്ലെങ്കിൽ ആ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഇക്കാര്യം പറയാൻ കഴിയൂ. ഏതായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് സ്പെഷ്യൽ ബ്രാഞ്ച്, അത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ ഈ വിവരം അറിയിച്ചു. ഇന്റലിജൻസ് ADGP-യോടക്കം ഈ വിവരം അറിയിച്ചു. എന്നിട്ടും സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാൻ തയ്യാറായില്ല എന്നുള്ള ആക്ഷേപം ഇപ്പോൾ പ്രതിപക്ഷം സജീവമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.